إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറയിൽ 137-ാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ആയത്തും അവതരിച്ചിരിക്കുന്നു. ആ സ്ത്രീയെ നിങ്ങൾ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ വഖദ് ഫറൻതും ലഹുന്ന ഫരീളതൻ, അവർക്ക് ഒരു നിശ്ചയം നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാകുമല്ലോ. ആ നിശ്ചയത്തിനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. അതായത് മഹർ നിശ്ചയിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ഫനിസ്ഫു മാ ഫറൻതും, നിങ്ങൾ നിശ്ചയിച്ചതിന്റെ പകുതിയാണ് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ മഹർ അവർക്ക് പകുതി കൊടുത്താൽ മതി. ഇനി കൊടുത്തതിൽ നിന്നും പകുതി തിരിച്ചു വാങ്ങുന്നതിനും തെറ്റില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇല്ല അയ്യഅഫൂന, അവർ വിട്ടുവീഴ്ച ചെയ്താൽ ഒഴികെ. ആ സ്ത്രീ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ പകുതി ഇയാൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി അതിന്റെ നേരെ മറിച്ച് ഔ യഅഫു വല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ്, ആ നിക്കാഹ് വിവാഹത്തിന്റെ കെട്ട് ആരുടെ കയ്യിലാണോ അവൻ വിട്ടുവീഴ്ച ചെയ്താലും ഒഴികെ എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്, ഈ വിവാഹമോചിതയായ സ്ത്രീക്ക് ഇളവ് കൊടുക്കാൻ അധികാരമുണ്ട്. ആ മഹർ മുഴുവനായും അവർക്ക് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്നും പകുതിയിനേക്കാൾ കുറച്ച് കൂടുതൽ കൊടുക്കുകയോ അങ്ങനെയുള്ള പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ, ഇളവുകൾ ചെയ്യാൻ ഈ പുരുഷന് അധികാരമുണ്ട്. അതുപോലെ ആ സ്ത്രീക്കും അതുപോലെ അധികാരമുണ്ട്. അവൾക്ക് ലഭിച്ച മഹറിൽ നിന്നും പകുതി വിട്ടുകൊടുക്കാനും അതുപോലെയുള്ള ഇളവുകൾ നടത്താനും അധികാരമുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെയൊക്കെ പൊരുൾ. ഈ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് തഖ്വയുമായി, സൂക്ഷ്മതയുമായി അങ്ങേയറ്റം അടുത്തു നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മതയുടെ ഭാഗമാണ്. വലാ തൻസവുൽ ഫളില്ല ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള ശ്രേഷ്ഠതയെ നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞാൽ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ മറക്കാൻ പാടില്ല. ഇന്നല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനൊക്കെ കണ്ടറിയുന്നവനാകുന്നു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ. അവൻ സ്പർശിക്കുന്നു തന്നെ അവൻ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ ആ മഹറിന്റെ പകുതി കൊടുത്താൽ മതി. ഇനി ഇളവ് ചെയ്യുകയാണെങ്കിൽ പരസ്പര ധാരണയോടുകൂടി പല ഇളവുകളും നടത്താനുള്ള അധികാരവുമുണ്ട്. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.